ഹലോ. അപ്പം നമ്മൾ IT-യുടെ ക്ലാസ് എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായില്ലേ. അന്ന് നമ്മൾ ലാസ്റ്റ് ലാൻ വാനൊക്കെയാണ് എടുത്ത് നിർത്തി. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള പേജ് തുടങ്ങിയെന്നൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക്സ് ആണ് വരുന്നത്. അതായത് ശൃംഖലയുടെ യുക്തിയാധിഷ്ഠിതമായിട്ടുള്ള തരംതിരിവ്. ശൃംഖലയിലെ കമ്പ്യൂട്ടറുകളുടെ ചുമതലകളെ അടിസ്ഥാനമാക്കി രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം: പിയർ ടു പിയർ, അതുപോലെ തന്നെ ക്ലയൻറ്റ് സെർവർ. ആദ്യം പിയർ ടു പിയർ എന്താണെന്ന് നോക്കാം. പിയർ ടു പിയർ ശൃംഖലയിൽ ഒരു കമ്പ്യൂട്ടറിനും ശൃംഖലയിലെ മുഴുവൻ ചുമതല ഉണ്ടായിരിക്കില്ല. ഇവിടെ വിവരങ്ങൾ കൈമാറുന്നതിനും ഉപകരണങ്ങൾ പങ്കിടുന്നതിനും കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കമ്പ്യൂട്ടറുകൾക്കും തുല്യ പരിഗണനയാണ് ഉള്ളത്. ഏത് കമ്പ്യൂട്ടറും ഏത് സമയത്തും ക്ലയൻ്റായിട്ടും സെർവറായിട്ടും പ്രവർത്തിക്കാം. ചെറിയ കമ്പ്യൂട്ടർ ശൃംഖലകൾ ആവശ്യമുള്ളതും എന്നാൽ പൂർണ്ണ ചുമതല ഉള്ള സെർവറുകളുടെ ആവശ്യമില്ലാത്തതുമായ സ്ഥലങ്ങൾ, അതായത് വീടുകൾ, ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ, ഇവയിൽ നമുക്ക് പിയർ ടു പിയർ അനുയോജ്യമാണ്. അപ്പോൾ എന്താണെന്ന് ഉദ്ദേശിച്ചാൽ, നമ്മൾ പിയർ ഗ്രൂപ്പ് എന്ന് ഇപ്പം നമ്മൾ സങ്കല്പിക്കുക. അതായത് നമ്മുടെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് നമ്മളൊരു ടൂർ പോകണം. അപ്പോൾ ടൂർ പോകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിലെല്ലാവർക്കും ഈക്വൽ ചുമതലയല്ലേ, അല്ലാണ്ട് ഇന്ന ആൾ മാത്രം എല്ലാം ചെയ്യണം അങ്ങനെ ഒരു ഇതില്ലല്ലോ. പിന്നെ ചില ആൾക്കാർ കയറി അങ്ങ് മെയിനാവും. അത് ഓരോ ഗ്രൂപ്പിൻ്റെ ആ ഒരു പവർ പോലെ ഇരിക്കും. പക്ഷെ മെയിനായിട്ട് പിയർ ടു പിയർ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈക്വൽ ചുമതലയായിരിക്കുന്നു. അപ്പം അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനും ആ ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറിനും മുഴുവൻ ചുമതല ഉണ്ടായിരിക്കും. ഒരു കമ്പ്യൂട്ടറിന് മാത്രമായിട്ട് ചുമതല പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പിയർ ടു പിയറിൻ്റെ പ്രത്യേകത. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ക്ലയൻറ്റോ ആകാം സെർവറോ ആകാം. ഇപ്പം നമ്മൾ മെയിനായിട്ടൊരു ഫ്രണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. ചിലപ്പോൾ ഒരു ഫ്രണ്ട് ട്രാവൽ ഗൈഡായിട്ട് മെയിനായിട്ട് നിൽക്കും. ചിലപ്പോൾ ഒരു ഫ്രണ്ട് എന്താ പറയുക, ഒരു ഗജാഞ്ച് പോലെ നിൽക്കും. ഒരു ഫ്രണ്ട് വാഹനമായിട്ട് നിൽക്കും. അപ്പം അങ്ങനെ ഓരോരുത്തർ ഓരോന്നായിട്ട് പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ ഇത് മാറും. ഇപ്പോൾ ഡ്രൈവറായിട്ട് ഒരു ഫ്രണ്ട് ആയിരിക്കില്ല വണ്ടി ഓടിക്കണം, അതിങ്ങനെ മാറി മാറി വരാം. കാശ് ചിലപ്പോൾ ഒരാളായിട്ടുള്ള ഇരിക്കണം, അത് മാറി മാറി വരാം. അങ്ങനെ എന്താ പറയുക, ക്ലയൻ്റായിട്ട് സെർവറായിട്ടും എല്ലാവരും പ്രവർത്തിക്കും. അപ്പം അതേപോലെ തന്നെ കമ്പ്യൂട്ടറിലും ഏത് സമയത്തും ക്ലയൻ്റായോ സെർവറായിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയാണ് പിയർ ടു പിയർ. അപ്പം ചെറിയ കമ്പ്യൂട്ടർ ശൃംഖല ആവശ്യമുള്ള ആ ഒരു ഏരിയകളിലും പിന്നെ പൂർണ്ണ ചുമതല ഒരാളിൽ ഏൽപ്പിക്കുക, അതായത് സെർവറുകളുടെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ വീടുകൾ, ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ പിയർ ടു പിയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ക്ലയൻറ്റ് സെർവർ. അതായത് ഒരു സെർവർ ആവശ്യമുണ്ട്, അതിനെ സെൻട്രലൈസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളൊക്കെ പ്രവർത്തിക്കുക. ഇപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതാണ്, നമ്മുടെ ഒരു കടയിൽ പോയിട്ട് ജോലിക്കാരനടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം ആവശ്യപ്പെടുന്നതിന് തുല്യമാണ് എന്ത് സെർവർ എന്ന് പറയാം. അപ്പോൾ ഒരു വെയിറ്റർ വന്നിട്ട് നമ്മളോട് എന്ത് വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് നമ്മുടെ ടേബിളിൽ വരും, അടുത്ത ടേബിളിൽ വരും. അങ്ങനെ ഒരാൾ തന്നെ എല്ലായിടത്തും പോവുകയല്ലേ. അപ്പം അങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ റെഡി ആയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പം അതേപോലെ ഭൂരിഭാഗം ശൃംഖലകളും ക്ലയൻറ്റ് സെർവർ രീതിയിലാണ് ഉള്ളത്, അതായത് മെയിനായിട്ടുള്ള എല്ലാം. അപ്പോൾ എന്താ പറയുക, ഈ ഘടനയിൽ ശക്തി കൂടിയ ഒരു കമ്പ്യൂട്ടർ, ഇപ്പോൾ ഈ സർവ് ചെയ്യണം, അതായത് അറിവ് കൂടിയ ഒരു കമ്പ്യൂട്ടർ മെയിനായിട്ടുണ്ടാവും. ശക്തി കുറഞ്ഞ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും എന്താ പറയുക, സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബാക്കി കമ്പ്യൂട്ടറുകൾ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ സെർവ് ചെയ്യണ കമ്പ്യൂട്ടറുകൾ, സെർവറായിട്ടുള്ള കമ്പ്യൂട്ടർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ക്ലയൻറ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആ സേവനങ്ങൾ, ആ റെസ്പോൺസ് നമ്മുടെ ക്ലയൻറ്റിന് കൊടുക്കും. അപ്പോൾ ഇത് നമ്മുടെ ഡാറ്റയുടെ, സോഫ്റ്റ്വെയറിൻ്റെ, ഹാർഡ്വെയറിൻ്റെ ഒക്കെ പങ്കിടലുകൾ ആവാം. നമ്മളിപ്പോൾ അന്ന് പ്രിൻ്ററിൻ്റെ കാര്യം പറഞ്ഞത് ഓർക്കണുണ്ടാവും. വിഭവ എന്താ ഒരു ടേം ഉണ്ടായിരുന്നല്ലോ, വിഭവം പങ്കുവയ്ക്കൽ എന്നും പറഞ്ഞിട്ട്, അതായത് റിസോഴ്സ് ഷെയറിങ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഒരു പ്രിൻ്ററിന് 5 കമ്പ്യൂട്ടറിനൊക്കെ നമ്മൾ പങ്കുവെക്കണതൊക്കെ അന്ന് നമ്മൾ നെറ്റ്വർക്കിങ്ങിൻ്റെ ആദ്യത്തെ സമയത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ
ഇതിൽ ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ആവാം, ഡാറ്റ ആവാം, ഇതെന്ത് വേണമെങ്കിലും സെർവ് ചെയ്യാനായിട്ട് വരാം. പക്ഷേ എന്താണ് ഇതിൻ്റെ തീമെന്ന് ഉദ്ദേശിച്ചാൽ സെർവറായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാവും, അതിനെ അടിസ്ഥാനമായിട്ട് ബാക്കി ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് പ്രവർത്തിക്കും. ഇപ്പം ഇതിൽ എന്താ പറയുക, ഇതിനൊരു കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റിന് ഉദാഹരണമാണ്. ഒരെണ്ണത്തിൽ സെൻട്രലൈസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ക്ലയൻറ്റ് സെർവർ. ഇപ്പം ഇതിൽ പിന്നെയും കൊടുത്തിട്ടുണ്ട്, സെർവറിൽ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യുമ്പോൾ അവ ക്ലയൻറ്റുകൾക്കിടയിൽ പങ്കുവെക്കപ്പെടുകയും സെർവർ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും ക്ലയൻറ്റിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ കമ്പ്യൂട്ടറിലും പുതിയ ഫയലും അതിൻ്റെ പരിപ്രവർത്തന ഫയലും ഇടാനുള്ള അധിക ഊർജവും സമയവും ഇതിനാൽ ലാഭിക്കാം. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ സെർവറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി പോലെ ഒരു ഫയല് നമ്മുടെ ക്ലയൻറ്റുകളിലും ഉണ്ടാവും. ഇതിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് സെർവർ അതിന് പ്രൊവൈഡ് ചെയ്യുമെങ്കിലും ഇതിലുണ്ടാവുന്ന ഓരോ പ്രതിപ്രവർത്തനവും ഒക്കെ ഇതിൽ സേവായി കിടപ്പുണ്ടാവും. അങ്ങനെ നമുക്ക് അത് ചെയ്യാനുള്ള ഓരോ കമ്പ്യൂട്ടറിനും പ്രത്യേകം ചെയ്യാനുള്ള സമയം നമുക്ക് ലാഭിക്കാം. ഇനി പലതരം സെർവറുകളുണ്ട്. ഫയൽ സെർവർ, വെബ് സെർവർ, പ്രിൻ്റ് സെർവർ, ഡാറ്റാബേസ് സെർവർ. അപ്പോൾ ഫയൽ സെർവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം ഉപഭോക്താക്കളുടെ ഫയലുകൾ സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനുള്ള ഒരു കമ്പ്യൂട്ടർ. ഒന്നിലധികം ഉപഭോക്താക്കളുടെ ഫയലൊക്കെ സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മുടെ ഫയൽ സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത്. വെബ് സെർവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ് പേജിനുള്ള അഭ്യർത്ഥന കൈകാര്യം ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. ഈ വെബ് സെർവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർനെറ്റിൻ്റെ സമയത്ത് നോക്കാവേ. ഇനി പ്രിൻ്റ് സെർവർ, ക്ലയൻറ്റുകളിൽ നിന്നും പ്രിൻ്ററുകളിലേക്ക് പ്രിൻറ്റിംഗ് ജോലികളെ മുൻഗണന അനുസരിച്ച് പൂർത്തീകരിക്കുന്ന കമ്പ്യൂട്ടറാണിത്. നമ്മൾ നേരത്തെ പ്രിൻ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അത് തന്നെ പ്രിൻ്റ് ചെയ്യാനുള്ള ജോലികളെ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നൊരു സെർവിങ് കമ്പ്യൂട്ടർ. ഈ ഡാറ്റാബേസ് സെർവർ പൊതുവായി സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റയെ കാണാനും മാറ്റങ്ങൾ വരുത്തുവാനും നീക്കം ചെയ്യുവാനും അംഗീകൃത ഉപഭോക്താവിനെ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ. ഇപ്പോൾ ഡാറ്റകളെ കാണാനും മാറ്റം വരുത്താനൊക്കെ ക്ലയൻറ്റുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണ് ഈ ഡാറ്റാബേസ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സെർവർ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ അതിലാണ് നമ്മുടെ ശക്തി കൂടിയിട്ടുള്ള കമ്പ്യൂട്ടർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതുമായിട്ട് കണക്ട് ചെയ്ത് ആയിരിക്കും ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടാവുക. ഈ ചാപ്റ്ററിൽ ഓക്കെ, അടുത്ത സംഭവം നോക്കാവേ. നെറ്റ്വർക്കിൽ ഇനി ഒരു കാര്യം കൂടി നോക്കാണ്ട്, ശൃംഖലയിലെ കമ്പ്യൂട്ടറുകൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന്. ഇപ്പോൾ പല നോഡ്സുകൾ ഉണ്ടാവില്ലേ ഒരു നെറ്റ്വർക്കിൻ്റെ അകത്ത്. അപ്പോൾ ഇതിനെ അല്ലെങ്കിൽ ഇതേപോലെ മീഡിയം ഡിവൈസുകളെയൊക്കെ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ തിരിച്ചറിയ റോൾ നമ്പറും അതുപോലെ നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് പേരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതേപോലെ. അപ്പോൾ ഇതിൽ അമേരിക്കയിലുള്ള ഒരു കൂട്ടുകാരന് ഇന്ത്യയിലുള്ള നിങ്ങൾ ഒരു കത്ത് എഴുതുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഒരു കത്ത് എഴുതി കവറിലിട്ടു. കവറിന് പുറത്ത് കൂട്ടുകാരൻ്റെ മേൽവിലാസവും എഴുതി. പുറകിൽ നിങ്ങളുടെയും മേൽവിലാസം എഴുതുന്നു. ഈ കത്ത് ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസിൽ ഇടുമ്പോൾ അതിന് മുകളിൽ ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ സീലും തീയതിയും അതിൽ പതിപ്പിക്കുന്നു. വിവിധ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച കത്ത് അമേരിക്കയിലെ തപാൽ വകുപ്പിലെത്തുന്നു. അവിടെ വെച്ച് അമേരിക്കൻ തപാൽ വകുപ്പിൻ്റെ സീലും തീയതിയും പതിക്കുന്നു. അവസാനം പോസ്റ്റ്മാൻ കത്ത് മേൽവിലാസക്കാരന് കൈമാറ്റം ചെയ്യുന്നു. കമ്പ്യൂട്ടർ ശൃംഖലയിലും ഡാറ്റ പാക്കറ്റുകളായിട്ട് ഇതേ രീതിയിലാണ് കൈമാറ്റം ചെയ്യുന്നത്. ഒരു ശൃംഖല സജ്ജീകരിച്ചു കഴിഞ്ഞാൽ നോഡുകൾ തമ്മിൽ പരസ്പരം വിവരവിനിമയം നടത്താം. ശരിയായ വിവരവിനിമയത്തിന് നോഡുകളെ അന്യോന്യം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാലോ, യൂണിക്കായിട്ടിരിക്കണം ഓരോ നോഡുകളും. അപ്പോൾ എക്സ് എന്ന നോഡ് വൈ എന്ന നോഡിലേക്ക് വിവരം കൈമാറ്റം ചെയ്യണമെങ്കിൽ എക്സും വൈയും ശൃംഖലയിൽ അന്യോന്യം തന്നതായി തിരിച്ചറിയത്തക്ക രീതിയിലായിരിക്കണം. അതെങ്ങനെ സാധിക്കുന്നു നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെയാണ് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ് അല്ലെങ്കിൽ വിലാസം, അതായത് മാക് അഡ്രസ്സ് എന്താണെന്ന് നോക്കാം. ഓരോ NIC നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, അത് നമ്മൾ ആദ്യം പഠിച്ച നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ഹാർഡ്വെയർ ആയിട്ട് നമ്മളൊരു ഇൻ്റർഫേസ് ആയിട്ട് നിൽക്കുന്ന, ഇൻ്റർനെറ്റായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാർഡ് എന്നും പറഞ്ഞ് നമ്മൾ ആദ്യം നെറ്റ്വർക്ക് പഠിച്ച സമയത്ത് പഠിച്ചതാണ്. അപ്പോൾ NIC നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് നിങ്ങളൊക്കെ റിവിഷൻ ചെയ്യണുണ്ടല്ലോ അല്ലേ, എന്നാലാണ് ഈ പറഞ്ഞാൽ കണക്റ്റ് ആവുള്ളേ.
അപ്പോൾ ഇങ്ങനെ ഓരോ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡും നിർമ്മിച്ച കമ്പനിക്കാരും, അതായത് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, മാനുഫാക്ചറേഴ്സ് നൽകുന്ന വ്യത്യസ്തവും സ്ഥിരവുമായിട്ടുള്ള ആഗോളപരവുമായി അംഗീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള 12 അക്ക ഹെക്സാഡെസിമൽ നമ്പർ അടങ്ങിയിട്ടുള്ള മേൽവിലാസമാണ് മാക് അഡ്രസ്. മാക് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ NIC, അതായത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് നിർമ്മിക്കുന്ന മാനുഫാക്ചറേഴ്സ് സ്ഥിരമായിട്ട്, കേട്ടോ, സ്ഥിരം എന്നുള്ളത് ഓർക്കുക, സ്ഥിരമായിട്ട് അതുപോലെ യുണീക്കായിട്ട് കൊടുക്കുന്ന ആഗോളപരമായി അംഗീകരിച്ചിട്ടുള്ള ഒരു മേൽവിലാസമാണ് മാക് അഡ്രസ്. ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ 12 അക്ക ഹെക്സാഡെസിമൽ നമ്പർ ആയിരിക്കും. 12 അക്ക ഹെക്സാഡെസിമൽ നമ്പർ ആയിരിക്കും. ഇനി ഒരു NICയിലുള്ള മെഷീനെ അതിൻ്റെ മാക് വിലാസം ഉപയോഗിച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. NICയിലെ മാക് വിലാസം സ്ഥിരമായിരിക്കും. ഓൾറെഡി പറഞ്ഞു, മാക് എന്താണ്? സ്ഥിരമാണ്. ആ പോയിന്റ് മറക്കരുത്. ഇനി മാക് വിലാസം എന്നത് 12 അക്ക ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ 48 ബിറ്റ് ബൈനറിയാണ്. ഒന്നുമില്ലെങ്കിൽ 12 അക്ക ഹെക്സാഡെസിമൽ ആയിരിക്കും, അല്ലെങ്കിൽ 48 ബിറ്റ് ബൈനറി ആയിരിക്കും. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും മാക് വിലാസം എഴുതാറുള്ളത്. കണ്ടോ? ഒന്നുമില്ലെങ്കിൽ ആ കോളൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഹൈഫൻ ഇട്ടിട്ട്. അപ്പോൾ മാക് വിലാസത്തെ ആദ്യ ഭാഗം, ഇപ്പം മുകളിൽ MMM എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് കമ്പനിയുടെ തിരിച്ചറിയൽ അക്കവും, രണ്ടാമത്തെ പകുതി ISS എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് NIC ആയി കമ്പനി നൽകിയിരിക്കുന്ന ക്രമ നമ്പറുമാണ്. അപ്പം ആദ്യം നിർമ്മിച്ച കമ്പനിയുടെ തിരിച്ചറിയൽ അക്കം, രണ്ടാമത് ക്രമ നമ്പറും. അപ്പോൾ അതാണ് താഴെ ഒരു മാക് ID എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ പകുതി എന്താണ്? 00A0 AOC9 എന്നത് എന്താ പറയുക, ഇൻ്റൽ കോർപ്പറേഷൻ അതിൻ്റെ എന്താ പറയുക ID ആണ്. അപ്പോൾ അവസാന 3 അക്കം എന്ന് പറഞ്ഞാൽ ഇൻ്റൽ കോർപ്പറേഷൻ NICക്ക് നൽകിയ ക്രമ നമ്പറാണ്. അപ്പോൾ അത് കിട്ടിയെന്ന് തോന്നുന്നു. ഇനി അടുത്തത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ IP. ശൃംഖലയിലെ ഓരോ നോഡിനും നൽകിയിട്ടുള്ള 4 ഭാഗങ്ങളുള്ള തനതായ നമ്പറാണ് IP മേൽവിലാസം അഥവാ IP അഡ്രസ്. ഈ മാക് അഡ്രസ്സും IP അഡ്രസ്സും മാറിപ്പോകരുത്. അതിൻ്റെ വ്യത്യാസം ഓൾറെഡി ഞാൻ പറഞ്ഞു. മാക് അഡ്രസ്സ് സ്ഥിരമായിരിക്കും. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 12 അക്ക ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ 48 ബിറ്റ് ബൈനറി ആയിരിക്കും. പിന്നെ NICക്ക് കൊടുക്കുന്ന നമ്പറാണ്, കമ്പനികളാണത് നിർമ്മിക്കുന്നത് എന്നുള്ളതും കൂടി ഓർക്കുക. ഇനി നമുക്ക് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് അല്ലെങ്കിൽ IP അഡ്രസ്സ് എന്താണെന്ന് നോക്കാം. ഇത് കൊടുക്കുന്നത് ആരാന്ന് വെച്ചാൽ ശൃംഖല മേധാവി അഥവാ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ് ഓരോ നോഡിനുമുള്ള IP അഡ്രസ്സ് രേഖപ്പെടുത്തുന്നത്. മറ്റ് മാനുഫാക്ചറേഴ്സ് ആണെങ്കിൽ ഇത് നമുക്ക് ഇൻ്റർനെറ്റ് തരുന്ന ആ പ്രൊവൈഡേഴ്സ് ഇല്ലേ, അവരാണ് ഓരോ നോഡിനുമുള്ള IP അഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പം 4 ഭാഗങ്ങളാണുള്ളത്. ശ്രദ്ധിക്കുക, 4 ഭാഗങ്ങളാണുള്ളത്. ഓരോ ഭാഗത്തെയും ഒരു ഡോട്ട് ഉപയോഗിച്ച് വേർതിരിക്കും. ഓരോ ഭാഗത്തും 0 മുതൽ 255 വരെയുള്ള ഒരു നമ്പറാണ് ഉണ്ടാവുക. 0 മുതൽ 255. അപ്പോൾ ഒരു IP അഡ്രസ്സ് 4 ബൈറ്റ് അല്ലെങ്കിൽ 32 ബിറ്റ് നമ്പർ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പത്തിനായിട്ട് IP അഡ്രസ്സിനെ ഡെസിമൽ രൂപത്തിൽ ഡോട്ട് ഉപയോഗിച്ച് വേർതിരിച്ച നമ്പറായിട്ട് രൂപകൽപ്പന ചെയ്ത് നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? IP അഡ്രസ്സ് 4 ബ്ലോക്കായിട്ടാണ്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 4 ഭാഗമുണ്ട്. 4 ബൈറ്റ് നമ്പർ ഉപയോഗിച്ച്, അതായത് 32 ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. ഒരു ശൃംഖലയിലെ ഒരു ഉപകരണത്തിൻ്റെ IP മേൽവിലാസം അതിനെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നു. ഉപകരണത്തിൻ്റെ IP മേൽവിലാസം ഉപയോഗിച്ച് IP പ്രോട്ടോക്കോൾ പാക്കറ്റുകൾ വഴിതിരിച്ച് വിടുന്നു. ആ മേൽവിലാസം അനുസരിച്ച് പാക്കറ്റുകളെ വേർതിരിച്ച്, പാക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ലെറ്റർ പോലെ, അത് നമ്മൾ പറഞ്ഞു. ഇനി ഇതിനെ നമുക്ക് 2 വേർഷൻസാണ് ഉള്ളത്. IPv4ഉം IPv6ഉം. IPv4ൽ 32 ബിറ്റ്, നമ്മൾ ആദ്യം പറഞ്ഞ 32 ബിറ്റ്, അതിന് ഇത്തിരി അഡ്വാൻസ്ഡാണ് IPv6. അതിൽ 128 ബിറ്റ് വലിപ്പമുള്ള മേൽവിലാസമാണ് ഉള്ളത്. ഇനി IPv4ൽ 2:32, ഏകദേശം 4 ലക്ഷം കോടി വ്യത്യസ്ത ഉപകരണങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയുന്നു. ഒന്നും കൂടി നമുക്ക് പറയാം. നമ്മുടെ IPക്ക് IP അഡ്രസ്സിന് 2 വേർഷൻസാണുള്ളത്. IPv4ഉം IPv6ഉം. ഈ IPv4നേക്കാൾ ഇത്തിരി കൂടെ അഡ്വാൻസ്ഡാണ് IPv6. IPv4 32 ബിറ്റ്,
IPv6 128 ബിറ്റാണ്. ഈ IPv4 ഉപയോഗിച്ച് നമുക്ക് 232. അപ്പം അത്രയും വ്യത്യസ്ത നമ്പറുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ഒരു 4 ലക്ഷം കോടിയോളം നമ്പറുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അത്രയും ഉപകരണങ്ങൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ശൃംഖലയിലേക്ക് ബന്ധിപ്പിക്കേണ്ട ഉപകരണങ്ങളുടെ എണ്ണം നാൾക്കുനാൾ അധികം വർദ്ധിച്ചു വരുന്നതുകൊണ്ട് IPv4 വിഭാഗത്തിലുള്ള വിലാസങ്ങൾ ഉപയോഗിച്ച് തീരുന്നു. നമ്മൾ പറഞ്ഞു IPv4 ഏകദേശം 4 ലക്ഷം കോടിയാണെന്ന്. 4 ലക്ഷം കോടി ഒന്നുമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം ഇഷ്ടംപോലെ മൊബൈൽ ഫോൺ, വീട്ടുപകരണങ്ങൾ, അതുപോലെ വ്യക്തിഗത വിനിമയോപാധികളൊക്കെ വർദ്ധിച്ചു വരികയാണ്. അപ്പം അതുകൊണ്ട് അതിനേക്കാളും വലിയ ഒരു ഇത് വരണ്ടേ. അപ്പം നമ്മുടെ ഈ IPv6 2/128. അപ്പം നമ്മുടെ IPv4 2/32, അതായത് 4 ലക്ഷം കോടി. നമ്മുടെ IPv6 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇത്തിരി കൂടി ഇരട്ടിയായിട്ട് വരും. അതായത് ഏകദേശം 4 ലക്ഷം കോടി ഇൻറ്റു 4 ലക്ഷം കോടി ഇൻറ്റു 4 ലക്ഷം കോടി ഇൻറ്റു 4 ലക്ഷം കോടി, അതായത് 4 ലക്ഷം കോടി കൂടി വരും. അപ്പോൾ അതായത് ഒരു IPv4 ഉപയോഗിക്കുന്നേക്കാൾ 4 ഇരട്ടിയോളം മികച്ച എന്താ പറയുക ഉപകരണങ്ങൾ ബന്ധിപ്പിക്കാനുള്ള നമ്പറുകൾ സൃഷ്ടിക്കാൻ നമ്മുടെ IPv6 സാധിക്കും. അപ്പോൾ അതാണ് ഈ IP മാക്കും. അപ്പോൾ ഇതൊന്നും ഓർക്കുക, നമ്മുടെ മാക്ക് സ്ഥിരം അയക്കും. IP അഡ്രസ്സ് നമ്മൾ ഓരോ സമയവും നെറ്റ്വർക്ക് യൂസ് ചെയ്യണ സമയത്ത് ആ ഒരു നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് കിട്ടിയ നമ്പർ വേറൊരു ഉപകരണത്തിന് പിന്നീട് കൊടുക്കാം. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സർവീസ് പ്രൊവൈഡർ തരുന്നത് അനുസരിച്ചിട്ടാണ് നമുക്കത് ആ ടൈമിലെ IP അഡ്രസ്സ്. മാക് അഡ്രസ്സ് അങ്ങനെയല്ല. NIC ഉൽപ്പാദിപ്പിച്ച സമയത്തുള്ള ആ നമ്പർ അറ്റ് ലാസ്റ്റ് വരെ അത് തന്നെയായിരിക്കും. പിന്നെ ഇതിലെന്താണ് നമ്മുടെ മാക് അഡ്രസ്സിൽ 12 ഹെക്സാഡെസിമലാണ്, അല്ലെങ്കിൽ 48 ബിറ്റ് ബൈനറിയാണ്. നമ്മുടെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ 2 ടൈപ്പാണ് നമ്മൾ പറഞ്ഞു. അതിൽ IPv4 ആണെങ്കിൽ 32 ബിറ്റാണ്, IPv6 ആണെങ്കിൽ 128 ബിറ്റാണ്. IPv4 ആണെങ്കിൽ 2/32, IPv6 ആണെങ്കിൽ 2/128. ഇത്ര ഉപകരണങ്ങൾ നമുക്ക് പ്രതിനിധീകരിക്കാൻ സാധിക്കും. അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ശൃംഖലകളിലെ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസ് എന്താണെന്ന് നോക്കാം. ശൃംഖലയിലെ ഉപകരണങ്ങൾ തമ്മിൽ വിവരങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട കുറച്ച് നിയമങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തൊക്കെയാണ് ഒരു നെറ്റ്വർക്കിൽ വേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നോഡ്, മീഡിയ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ, പ്രോട്ടോക്കോൾ. ഒരു നിയമം, നമ്മളിപ്പോൾ വണ്ടി നമ്മൾ റോഡിൽ കൂടെ ഓടിക്കണം. അപ്പോൾ അവിടെ നമ്മൾ പറയണം ഇടതുവശത്ത് കൂടെ വണ്ടി ഓടിക്കണം, വലതുവശത്ത് കൂടെ നടക്കണം എന്നൊക്കെ പറയാതിരിക്കുകയാണെങ്കിൽ ആൾക്കാർ തോന്നിയ പോലെ നടക്കുമ്പോൾ അതിനനുസരിച്ച് ആക്സിഡൻസും അതുപോലെ ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ ഉണ്ടാവും. അപ്പം അത് നിയന്ത്രിക്കാനാണ് നമ്മൾ ഓരോ റൂൾസൊക്കെ ഉണ്ടാക്കിയേക്കണേ. അത് പാലിക്കപ്പെടണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കണം. അതുകൊണ്ടാണ്. അപ്പം അതേപോലെ ശൃംഖലയിലെ ഉപകരണങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ കുറച്ച് നിയമങ്ങളുണ്ട്. അതായത് അതിനാണ് നമ്മൾ പ്രോട്ടോക്കോൾ എന്ന് പറയുക. ഡാറ്റ ഫോർമാറ്റിംഗ്, ഡാറ്റ കംപ്രസിംഗ്, പിശകുകളുടെ പരിശോധന, തിരിച്ചറിയൽ, പരസ്പരം ബന്ധിപ്പിക്കൽ, ഡാറ്റ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു എന്ന് ഉറപ്പുവരുത്തൽ എന്നിവയ്ക്കായിട്ട് ഓരോ പ്രോട്ടോക്കോളിനും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പം ഇത് ഓരോന്നിനും വേണ്ടിയിട്ട് ഓരോ നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് നിയമങ്ങൾ ആദ്യം നോക്കാം, പ്രോട്ടോക്കോൾസ്. അപ്പം TCP/IP. ആദ്യത്തെ TCP/IP ആണ്. ഇൻ്റർനെറ്റിലും സാധാരണ ശൃംഖലകളിലും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന നിയമങ്ങളാണ് TCP/IP. സാധാരണ നമ്മുടെ ശൃംഖലകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അഥവാ കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങളെ എങ്ങനെ ബന്ധിപ്പിക്കണമെന്നും അവ തമ്മിൽ എങ്ങനെ വിനിമയം നടത്തണമെന്നും നമ്മുടെ TCP/IPയിൽ നിർവചിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു ഇതിലേക്ക് ഡാറ്റ കൈമാറ്റം ചെയ്യുവാനായിട്ട് TCP/IPയിലേക്ക് ആദ്യം അവയെ വിഭജിച്ച് ചെറിയ പാക്കറ്റുകളാക്കി അയക്കും. എന്നിട്ട് ഇത് സ്വീകരിക്കേണ്ട കമ്പ്യൂട്ടറിൽ ഈ പാക്കറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ പാക്കറ്റുകളിൽ തെറ്റുകളോ കേടുപാടുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കും. തകരാറുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചയക്കാനുള്ള നിർദ്ദേശം TCP അയക്കും. തകരാറുകളൊന്നും ഇല്ലെങ്കിൽ പാക്കറ്റുകൾ TCPയിൽ നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ചിട്ട് സംയോജിപ്പിച്ചിട്ട് യഥാർത്ഥ സന്ദേശമാക്കി മാറ്റി നമ്മുടെ സ്വീകർത്താവിന് കൊടുക്കും.
അപ്പോൾ ഈ പാക്കറ്റുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു എന്ന് ഉറപ്പാക്കുന്നത്, അങ്ങനെ ഉറപ്പാക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ട, TCP പ്രോട്ടോക്കോൾ ഡാറ്റയെ പാക്കറ്റുകളാക്കും. IP പ്രോട്ടോക്കോളിനനുസരിച്ചിട്ട് പാക്കറ്റുകൾ റൂട്ടറിൽ നിന്നും റൂട്ടറിലേക്ക് ഇൻ്റർനെറ്റിലൂടെ സഞ്ചരിക്കും. അപ്പോൾ IP പ്രോട്ടോക്കോളാണ് സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ളത്. തിരിച്ച് TCP പ്രോട്ടോക്കോൾ പാക്കറ്റുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് സ്വീകർത്താവിന് കൊടുക്കും. ഇതാണ് ആ TCP/IP എന്നുള്ള പ്രോട്ടോക്കോളിലെ പ്രവർത്തനം. ഇനി അടുത്തത് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ് HTTPയുടെ പൂർണ്ണ രൂപം. അപ്പോൾ ഇത് ചോദിക്കാറൊക്കെ ഉള്ളതാണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളൊക്കെ. അപ്പോൾ ക്ലയൻറ്റിൽ നിന്നുള്ള അഭ്യർത്ഥന കൈമാറ്റം ചെയ്യുവാനും സെർവറിൽ നിന്നുള്ള പ്രതികരണങ്ങൾ സ്വീകരിക്കുവാനുമുള്ള അംഗീകൃത പെരുമാറ്റച്ചട്ടമാണിത്. ക്ലയൻറ്റിൽ നിന്ന് ബ്രൗസർ വഴി അപേക്ഷ സ്വീകരിക്കുന്ന സെർവർ HTTP വഴി സേവനം നൽകുകയും ചെയ്യുന്നു. ഇത്തരം അഭ്യർത്ഥനകളുടെയും പ്രതികരണങ്ങളുടെയും ജോഡികൾ HTTP സെഷൻ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഓൾറെഡി ക്ലയൻറ്റ് സെർവറിൽ പറഞ്ഞു, വെബ് സെർവർ. അപ്പോൾ ഈ വെബ് സെർവറിൽ വന്ന ഒരു സംഭവമാണ് നമ്മുടെ HTTP. അപ്പോൾ ക്ലയൻറ്റ് നമ്മുടെ സെർവറിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് അതിനൊരു സെർവർ ഒരു പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് ക്ലയൻറ്റിന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള അപേക്ഷയും പ്രതികരണവും കൊടുക്കാനും സ്വീകരിക്കാനുള്ള ആ ഒരു ഇത് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ HTTP ആണ്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു അപേക്ഷാ പ്രതികരണം എന്നുള്ള ആ പ്രോസസ്സിൻ്റെ ജോഡിനെ നമ്മൾ HTTP സെഷൻ എന്ന് പറയും. ഈ ക്ലയൻറ്റിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് സെർവർ പ്രതികരിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നുമില്ലെങ്കിൽ സെർവറിൽ മുൻകൂട്ടി സൂക്ഷിച്ചിട്ടുള്ള ഫയൽ അയച്ചു കൊടുക്കും. അതിന് നമ്മൾ സ്റ്റാറ്റിക് രീതി എന്ന് പറയും. അപ്പോൾ സെർവറിൽ ഓൾറെഡി സേവ്ഡ് ആണെങ്കിൽ അത് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ സെർവറിൽ സൂക്ഷിച്ചിട്ടുള്ള പ്രോഗ്രാം കോഡിൻ്റെ പ്രവർത്തന ഫലമായിട്ടുള്ള ഫയൽ അയച്ചു കൊടുക്കും. ഒന്നുമില്ലെങ്കിൽ ഓൾറെഡി സൂക്ഷിച്ചിട്ടുള്ളത് കൊടുക്കും, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചിട്ടുള്ള പ്രോഗ്രാമിന് റിസൾട്ട് അയച്ചു കൊടുക്കും. അപ്പം അതിനെ ഡൈനാമിക് എന്നാണ് പറയുന്നത്. പിന്നെ HTTPയിലെ വിവരവിനിമയ മാധ്യമത്തിൻ്റെ സ്വാധീനമില്ല. ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം അതിൻ്റെ ഒരു ഇതില്ല, അതായത് വയർലെസ്സോ വയേർഡോ എന്ത് വേണമെങ്കിലും ആവാം, അതിൻ്റെ സ്വാധീനമില്ല. HTTP അസ്ഥിരമാണ്. അതായത് നമ്മുടെ ക്ലയൻറ്റ് സെർവർ തമ്മിലുള്ള ബന്ധം നിലനിർത്തും, അതിനുശേഷം ബന്ധം പിന്നെ നിശേഷം വിച്ഛേദിക്കും. അതായത് ആ ടൈമിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അവർ തമ്മിലുള്ള കണക്ഷൻ, അഭ്യർത്ഥനയുടെ പ്രതികരണത്തിൻ്റെ സമയത്ത് മാത്രമേ അത് തമ്മിൽ കണക്ഷൻ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് FTPയുടെ ഫുൾ ഫോം, ഇതും ശ്രദ്ധിക്കുക, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഡാറ്റയും പ്രോഗ്രാം ഫയലുകളും ശൃംഖല വഴി പരസ്പരം കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന പ്രോട്ടോക്കോളാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഡാറ്റയും പ്രോഗ്രാം ഫയലുകൾ, അപ്പോൾ ഡാറ്റ ഫയൽ അത് ഓർക്കാം. അപ്പോൾ ഇത് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ് FTP. ഇൻ്റർനെറ്റിലൂടെ ലളിതമായ രീതിയിൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഫയലുകൾ കൈമാറ്റം ചെയ്യാനുള്ള മാർഗമാണിത്. പക്ഷെ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ TCP/IP ഓൾറെഡി പറഞ്ഞല്ലോ, പാക്കറ്റായിട്ട്. അപ്പോൾ ഈ TCP/IP ഉപയോഗിച്ചിട്ട് അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സെർവറിലെ സുരക്ഷാ മാർഗങ്ങളായ യൂസർ നാമവും അതുപോലെ പാസ്വേഡ് ഉപയോഗിച്ച് ഫയലുകളെ സുരക്ഷിതമായിട്ട് കൈമാറ്റം ചെയ്യുന്ന ക്ലയൻറ്റ് സെർവർ ഘടനയായി FTP ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ ഈ ഫയൽ നാമം ഇതൊക്കെ യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ട് സുരക്ഷിതമായിട്ട് കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് സെർവർ ഘടന നമ്മുടെ FTPയുടെ ഹെൽപ്പിലാണ് നടക്കുക. അപ്പം നമ്മുടെ ഒരു സെർവറിലൊരു സുരക്ഷാ മാർഗമാണ് നമ്മുടെ ഈ യൂസർ നെയിം പാസ്വേഡ്. അപ്പം ആ സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് FTP. നമ്മൾ പറഞ്ഞു സെർവറിലേക്ക് ക്ലയൻറ്റ് അഭ്യർത്ഥന അയക്കും, പ്രതികരണം തിരിച്ചയക്കുന്നു. അപ്പം ഇവർ തമ്മിൽ തിരിച്ചറിയാൻ നമ്മുടെ കോഡ് ഭാഷ എന്നൊക്കെ പറയല്ലേ നമ്മൾ. അപ്പോൾ ഈ കോഡ് ഉണ്ടെങ്കിൽ നമ്മുടെ വെട്ടൻ സിനിമയിൽ പറയണ പോലെ സമയം എത്രയായി, ഇന്നലത്തെ സമയമായി, അപ്പം അങ്ങനെ പറയുമ്പോൾ മാല കൊടുക്കും. അതേപോലെ അപ്പം നമ്മുടെ മാല കൊടുക്കുന്ന ആൾ ആരാണ്? നമ്മുടെ സെർവർ. ക്ലയൻറ്റ് ആരാണ്? സമയം എന്തായെന്ന് ചോദിക്കുന്ന ആൾ. ഇന്നലത്തെ സമയമായി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ സമയം എന്തായി, ഇന്നലത്തെ സമയം എന്തായി, ആ സംഭവമില്ല, യൂസർ നെയിം പാസ്വേഡ്, ആ ഒരു സെറ്റപ്പിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ FTP എന്ന് ഓർത്താൽ മതി.
അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫയലിസഡില്ല, ക്യൂട്ട് FTP കേട്ടാ. ഫയലിസഡില്ല, ക്യൂട്ട് FTP ഇതൊക്കെ നമ്മുടെ ഫയലുകൾ എളുപ്പത്തിൽ അയക്കുവാനും സ്വീകരിക്കാനും കഴിയുന്ന ഒരു ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് DNS, ഡൊമെയിൻ നെയിം സിസ്റ്റം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ് ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വെബ് മേൽവിലാസത്തിൻ്റെ IP വിലാസം നമുക്ക് DNS നമുക്ക് നൽകുന്നു. മൊബൈൽ ഫോണിൽ ഒരു പേര് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നമ്മുടെ ഫോൺ നമ്പർ കാണിക്കുന്ന പോലെ. അപ്പോൾ DNSന് അതിൻ്റേതായിട്ടുള്ള ശൃംഖലകളുണ്ട്. ഇൻ്റർനെറ്റിലുള്ള എല്ലാ വെബ്സൈറ്റുകളുടെയും IP മേൽവിലാസങ്ങളും ഡൊമെയിൻ നാമങ്ങളും ഒരു ഡാറ്റാബേസിൽ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഓരോ നോഡിൻ്റെയും IP മേൽവിലാസം സ്ഥിരമാണ് എന്നതാണ് DNSൻ്റെ അടിസ്ഥാനം. ഒരു DNSൻ്റെ ഒരു ഡൊമെയിൻ നാമത്തിന് വിവർത്തനം ചെയ്തു IP മേൽവിലാസമാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അടുത്ത DNSനോടും അത് കഴിഞ്ഞില്ലെങ്കിൽ അതിനടുത്തിനോടും വിനിമയം നടത്തും. ഈ പ്രക്രിയയെ IP മേൽവിലാസം കിട്ടുന്നത് വരെ തുടരും. ഇത് ഇത്തിരി കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പിക്ചർ വഴി നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു DNS വർക്ക് ചെയ്യണമെന്നൊന്ന് പറഞ്ഞു നോക്കാം. സിമ്പിളാണ്, നിങ്ങൾക്കത് കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ IP അഡ്രസ്സ് നമ്മൾ ഉണ്ടാക്കണ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യം നമ്മുടെ മാക്കിൻ്റെ ഒപ്പം പറഞ്ഞു. അപ്പോൾ ഈ IP അഡ്രസ്സ് എന്ന് പറയുമ്പോൾ വലിയ കുറേ നമ്പറുകളാണ്. ഇത് നമ്മുടെ ഉപഭോക്താക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന് എന്താ പറയുക, കുറച്ച് DNS കൊടുത്തിട്ടുണ്ടാവും. ഇതായിട്ട് നമ്മുടെ IP അഡ്രസ്സിനെ തിരിച്ചറിയണ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മുടെ സെർവറിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ബ്രൗസർ റിക്വസ്റ്റ് ടു വിസിറ്റ് https://example.com എന്ന് പറഞ്ഞ ഒരു ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ ഈ കമ്പനി അല്ലെങ്കിൽ ഈ DNS എന്ത് ചെയ്യും, അത് ചെക്ക് ചെയ്യും. നമ്മൾ ലോക്കൽ DNS ചെക്ക് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കുന്ന IP അഡ്രസ്സ് ഇതാണോ എന്ന് നോക്കും. അപ്പം അതല്ല, എന്നാൽ അടുത്തയിലേക്ക് പോകും. അതാണോ, അതല്ല. അവസാനം അത് കിട്ടിക്കഴിയുമ്പോൾ റൂട്ട് DNS ഈസ് ചെക്ക്ഡ്, കറക്റ്റ് DNS ചെക്ക് ചെയ്യുമ്പോൾ IP അഡ്രസ്സ് ഫൗണ്ട് ആയി കഴിയുമ്പോൾ അത് ആ കമ്പ്യൂട്ടറിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും എന്നുള്ളതാണ് ഈ DNSൻ്റെ ഒരു പ്രവർത്തനം. നമുക്കൊന്നുകൂടി വായിക്കാം. അപ്പോൾ ഡൊമെയിൻ നെയിം സിസ്റ്റം എന്നത് നമ്മുടെ DNS ആണ്. അപ്പോൾ നമ്മുടെ അഡ്രസ് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മേൽവിലാസത്തിൻ്റെ IP വിലാസം നമുക്ക് DNS നൽകുന്നു. നമ്മൾ ആ പിക്ചറിൽ കണ്ട സംഭവം തന്നെ. അപ്പോൾ ഈ IP മേൽവിലാസം കിട്ടുന്നത് വരെ ഇതെന്താണ് DNS ഇങ്ങനെ വിവരവിനിമയം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ആ ഒരു പിക്ചറിൽ കണ്ട പോലെയാണ് കാര്യങ്ങൾ. അതായത് നമ്മുടെ ഈ IP മേൽവിലാസവും അതുപോലെ ഡൊമെയിൻ നെയിമുകളും ഒരു ഡാറ്റാബേസിൽ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഒത്തു നോക്കും. കറക്റ്റ് IP അഡ്രസ്സ് കിട്ടുന്നതുവരെ നമ്മളിത് തുടർന്നുകൊണ്ടിരിക്കും. ഇനി അടുത്തത് URL അല്ലെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇതൊക്കെ PYQ ആണ് ഈ ഫുൾ ഫോമൊക്കെ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രമീകരിച്ച വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ URL എന്നത് ക്രമീകരിച്ച വാക്കുകൾ ഉപയോഗിച്ച് വെബ് ബ്രൗസർ, ഇമെയിൽ പ്രോഗ്രാമുകൾ, മറ്റ് സോഫ്റ്റ്വെയർ ഇങ്ങനെ ഇൻ്റർനെറ്റിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇൻ്റർനെറ്റിലുള്ള എല്ലാ വിഭവങ്ങളും അതായത് റിസോഴ്സുകൾക്ക് തനതായിട്ടുള്ള URL ഉണ്ടായിരിക്കും. ഫയലുകൾ, അതുൾപ്പെടുന്ന വെബ് പേജുകൾ, മറ്റ് ഡോക്യുമെൻറ്റുകൾ, ഗ്രാഫിക്സ്, പ്രോഗ്രാമുകൾ തുടങ്ങിയവയൊക്കെ നമ്മുടെ നെറ്റ്വർക്ക് റിസോഴ്സിന് ഒരു URL അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്കങ്ങൾ, ചിഹ്നങ്ങൾ ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ നോക്കാം. ഇതിൽ മൂന്നായിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട് URLനെ: നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ, ഡൊമെയിൻ നെയിം, ഫയൽ നെയിം. ഇപ്പോൾ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പിക്ചറിൽ താഴെ കൊടുത്തിട്ടുണ്ട് HTTP. അതാണ് പ്രോട്ടോക്കോൾ. ഏതാണ് നെറ്റ്വർക്കിൻ്റെ പ്രോട്ടോക്കോൾ ഏതാണ് നടുക്ക് നമ്മുടെ ഡൊമെയിൻ നെയിം. നമ്മുടെ ഡൊമെയിൻ നെയിം സിസ്റ്റം ഓൾറെഡി പറഞ്ഞല്ലോ, IP അഡ്രസ്സിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഡൊമെയിൻ നെയിം. അപ്പോൾ ഹോസ്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ വിലാസം, ഇതാണ് നമ്മുടെ ഡൊമെയിൻ നെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഫയല്. ഇവിടെ നമ്മുടെ dhskerala.gov.com എന്നുള്ളതാണ് നമ്മുടെ ഡൊമെയിൻ നെയിം. ഇനി ഫയൽ നെയിമായിട്ട് കൊടുത്തേക്കുന്നത് index.html. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. പ്രോട്ടോക്കോൾ
ഡൊമെയിനിൽ നിന്ന് വിവരങ്ങൾ ഏത് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചാണ് സ്വീകരിക്കേണ്ടത് എന്നത് ബ്രൗസറിനെ അറിയിക്കുന്ന ഇതാണ് നമ്മുടെ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ ആ പാർട്ട്. ഇനി ഡൊമെയിൻ നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമെയിൻ നെയിം സിസ്റ്റം വഴി സെർവറിന് നൽകിയിട്ടുള്ള പേര്. അപ്പോൾ ഒരു URL ഡൊമെയിൻ നെയിം ഒരു വെബ് സെർവറിനെ കണ്ടെത്തുവാൻ സഹായിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഓർമ്മ നൽകുന്ന വിധത്തിൽ ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് ഹ്രസ്വനാമത്തിൽ ഇത് കിട്ടുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞ IP അഡ്രസ്സ് ഓർക്കുന്നതിനേക്കാൾ സിംപ്ലസ്റ്റ് ആയിട്ട് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഡൊമെയിൻ നെയിം കൊടുക്കുന്നതെന്ന്. അപ്പോൾ അത് കണ്ട IP അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. അത് ഓർത്തിരിക്കാൻ പ്രായോഗികമല്ല. അതുകൊണ്ട് വെബ് സെർവറിന് പേര് നൽകുകയും ഈ പേരിന് തുല്യമായിട്ടുള്ള IP വിലാസങ്ങളെയാണ് ഒരു പട്ടിക ഉണ്ടാക്കി സൂക്ഷിക്കുക എന്ന സമ്പ്രദായം കൊണ്ട് വന്നു. അങ്ങനെയാണ് ഡൊമെയിൻ നാമം വന്നത്. അതിന് ഉദാഹരണമാണ് നമ്മുടെ DHSC kerala.gov.in, കേരള റിസൾട്ട് NIC.in, അങ്ങനത്തെ gmail.com അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഡൊമെയിൻ നാമത്തിന് സാധാരണ ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളുണ്ട്. ടോപ്പ് ലെവൽ ഡൊമെയിൻ അഥവാ പ്രാഥമിക ഡൊമെയിൻ, പിന്നെ ഉപഡൊമെയിൻ. ഇപ്പം മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള .in എന്നുള്ള സംഭവം പ്രാഥമിക ഡൊമെയിനാണ്. GOV എന്നുള്ളത് അതിൻ്റെ ഉപഡൊമെയിനാണ്. DHSC കേരള എന്നുള്ളത് ഗവൺമെൻറ് എന്നുള്ള GOV എന്നുള്ളതിൻ്റെ ഉപഡൊമെയിനാണ്. വളരെ കുറച്ച് പ്രാഥമിക ഡൊമെയിനാണ് ഉള്ളത്. അവയെ 2 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പൊതുവായ ഡൊമെയിൻ നാമങ്ങൾ, അതിനെ ജനറിക് ഡൊമെയിന്, പിന്നെ രാജ്യത്തിൻ്റെ പ്രത്യേക ഡൊമെയിൻ നാമങ്ങൾ എന്നിങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനറിക് എന്ന് ഉദ്ദേശിക്കുന്നത് .com കൊമേഴ്ഷ്യൽ ബിസിനസ്, .edu അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, .gov ഗവൺമെൻറ് ഏജൻസീസ്, .mil മിലിറ്ററി, .net നെറ്റ്വർക്ക് ഓർഗനൈസേഷൻ, .org ഓർഗനൈസേഷൻസ്, അതായത് പ്രോഫിറ്റ് ഇല്ലാത്ത നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്. ഇനി കൺട്രി സ്പെസിഫിക് ഡൊമെയിൻ നെയിംസ് ആണ് .in ഇന്ത്യ, .au ഓസ്ട്രേലിയ, .ca കാനഡ, .ch ചൈന, .jp ജപ്പാൻ, .us USA. അപ്പോൾ ഇത് ഒന്ന് നോക്കി വെച്ചേക്കണേ. എന്താണ് ജനറിക് ഡൊമെയിൻ നെയിംസും അതുപോലെ കൺട്രി സ്പെസിഫിക് ഡൊമെയിൻ നെയിംസും. ഇനി നമ്മൾ ഫയൽ നെയിം എന്ന് പറഞ്ഞു. ഏത് ഫയലാണ് നമുക്ക് തുറക്കേണ്ടത് അതിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ഫയൽ നെയിം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കൊടുത്ത ഉദാഹരണത്തിൽ അത് index.html എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇല്ലേ, അതായത് അടുത്ത ടോപ്പിക് ഇൻ്റർനെറ്റാണ് സിലബസ് അനുസരിച്ചിട്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പം ഇന്ന് പഠിപ്പിച്ച് ഭയങ്കര ഒരു ഡ്രൈ ഏരിയയാണ്. ആ ടെസ്റ്റ് ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കണം. കുറേ കാര്യങ്ങളൊക്കെ കിട്ടും, കുറച്ച് കിട്ടില്ല. കിട്ടണതെങ്കിലും ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇതുവരെ അങ്ങനെ ഭയങ്കര ഇതായിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷെ ഇതിൻ്റെ ഫുൾ ഫോമുകളൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം. അത് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പം ബാക്കി ഇപ്പം എന്തൊക്കെ ചോദിക്കുന്നതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വായിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു.